എല്ലാവർക്കും നമസ്കാരം. ഹൈജിനിക്സ് ലൈഫ് എന്ന ഓർഗനൈസേഷൻ എന്താണെന്നും ഹൈജിനിക്സ് ലൈഫ് നടത്തുന്ന പ്രോഗ്രാംസ്, ക്യാമ്പുകൾ, ഓൺലൈൻ കോഴ്സുകൾ ഇതൊക്കെ എന്താണെന്നും ഇതിൽ പങ്കെടുക്കാൻ എന്തൊക്കെയാണ് വേണ്ടത്, അവിടുത്തെ സൗകര്യങ്ങൾ, ക്യാമ്പുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ അവിടുത്തെ സൗകര്യങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. കാരണം ഒരുപാട് ചോദ്യങ്ങൾ വരുന്നത് കൊണ്ട് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ആളുകൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. ഇത് വളരെ ശ്രദ്ധയോടുകൂടി ഒരല്പസമയം ചിലവഴിച്ചിട്ട് ഒന്ന് കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഹൈജിനിക്സ് ലൈഫ് ക്യാമ്പുകൾ ആരോഗ്യത്തെക്കുറിച്ച് വളരെ സമഗ്രമായി പഠിക്കാൻ, നമ്മുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ നിർണ്ണയിക്കുന്ന എല്ലാ കാര്യങ്ങളെയും വളരെ കൃത്യമായി മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതശൈലിയിലും നമ്മുടെ ഭക്ഷണ രീതിയിലും നമ്മൾ ജീവിക്കുന്ന പരിസ്ഥിതിയിലും ഒക്കെ കൊണ്ടുവന്നു ആ അറിവുകളെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ നമ്മളെ സഹായിക്കുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് ഹൈജിനിക്സ് ലൈഫ് നേച്ചർ ക്യാമ്പ്. അതിനൊപ്പം ആ നേച്ചർ ക്യാമ്പ് എന്ന് പറയുന്നത്, സാധാരണഗതിയിൽ ആളുകൾ നേച്ചർ ക്യാമ്പ് എന്ന് പറയുമ്പോൾ നല്ല പ്രകൃതി മനോഹരമായ ഒരിടത്ത് പോയി താമസിച്ച് കുറച്ച് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് പാട്ട് പാടി ക്യാമ്പ് ഫയർ കൂടി ഒരുപാട് നല്ല ഓർമ്മകളുമായിട്ട് തിരിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാമാണ് അല്ലേ. ഒരുപാട് ഔട്ട്ഡോർ ആക്ടിവിറ്റീസാണ് പ്രധാനമായിട്ടും. എന്നാൽ ഹൈജിനിക്സ് ലൈഫ് നേച്ചർ ക്യാമ്പ് എന്ന് പറയുമ്പോൾ, ഹൈജിനിക്സ് ലൈഫ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ ആദ്യം പറഞ്ഞ ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിത രീതിയെക്കുറിച്ച് പഠിക്കുന്ന, പരിശീലിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം ഹൈജിനിക്സ് ലൈഫ്. അതിൻ്റെ കൂടെ ഈ നേച്ചർ ക്യാമ്പ്, അതായത് ഈ ഒരു പ്രോഗ്രാം രണ്ടും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് അവിടെ നമ്മുടെ മനോഹരമായിട്ടുള്ളൊരു ക്യാമ്പ് സെൻ്ററാണ് ഹൈജിനിക്സ് ലൈഫ് അക്കാദമി, പുകയൂണി ഇക്കോ ഫാം, ജോസ്ഗിരി എന്ന് പറയുന്ന സ്ഥലമാണ്, കണ്ണൂർ ജില്ലയിൽ ജോസ്ഗിരി എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ തൊട്ടടുത്ത് ട്രക്കിങ് പോകാനുള്ള സൗകര്യമുണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ എല്ലാവർക്കും, ഏത് പ്രായത്തിലുള്ള ആളുകൾക്കും ഈസി ആയിട്ട് ട്രക്ക് ചെയ്ത് ഹിൽ ടോപ്പിലേക്കൊക്കെ പോയി നല്ല മലയോര കാഴ്ചകളൊക്കെ കാണാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ കർണാടക റിസർവ് ഫോറസ്റ്റിലൂടെ ഒഴുകുന്ന തേജസ്വിനി പുഴയിൽ പോയി കുളിക്കാം. അപ്പോൾ അതിനോട് ചേർന്നിട്ട് ഒരു 5 കിലോമീറ്റർ ചേർന്നിട്ടാണ് നമ്മുടെ ഈ സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചില ഔട്ട്ഡോർ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ ക്യാമ്പ് ഫയർ ഉണ്ടാവും, കൂട്ടം കൂടി പാട്ട് പാടാനും ഒരുപാട് കൾച്ചറൽ ആയിട്ടുള്ള പ്രോഗ്രാംസ് ആസ്വദിക്കാനും ഒക്കെയുള്ള ഒരു അവസരം കൂടി ഉണ്ടാവും. ഓക്കെ, അത് നല്ലൊരു ആംബിയൻസ് ആണ്. ക്യാമ്പ് സെൻറ്റർ എന്ന് പറയുന്നത് ഒരു 5 ഏക്കറോളം വരുന്ന ഒരു ഫാമാണ്. അതിനുള്ളിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ഹൈജിനിക്സ് ലൈഫ് അക്കാദമി ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് ആളുകൾക്ക് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് വിഷയങ്ങളെക്കുറിച്ചും പഠിക്കാനുള്ള ഒരു ലേണിംഗ് സ്പേസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്യാമ്പ് സെൻ്ററാണ് ഈ ഹൈജിനിക്സ് ലൈഫ് അക്കാദമി എന്ന് പറയുന്നത്. ഇത് ജോസ്ഗിരി എന്ന് പറയുന്ന സ്ഥലത്താണ്. പിന്നെ സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് 2000 അടിയിൽ മേലെ ഉയരമുള്ള, വർഷം മുഴുവൻ നല്ല തണുപ്പ് അനുഭവപ്പെടുന്ന, നമ്മൾ അവിടെ ഫാനൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, രാത്രി വേനൽക്കാലത്ത് പോലും നല്ല തണുപ്പ് അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഓക്കെ, അപ്പോൾ നല്ല കാലാവസ്ഥയാണ്, നല്ല ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. ശബ്ദമലിനീകരണമോ മറ്റ് വായു അല്ലെങ്കിൽ വെള്ളത്തിൻ്റെയൊക്കെ മലിനീകരണമോ ഒന്നുമില്ലാതെ ശുദ്ധമായി സ്വച്ഛമായി അവിടെ താമസിക്കാനും ഒന്ന് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാനും നമ്മുടെ മെൻ്റലി ഒന്ന് റീഫ്രഷ് ചെയ്യാനൊക്കെ നമ്മളെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു ക്യാമ്പ് സെൻറ്റർ കൂടിയാണ്. അപ്പോൾ അവിടെയാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്, അവിടെയാണ് നമ്മുടെ താമസ സൗകര്യം. അതിനടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളിലേക്ക് നമുക്ക് ചെറിയ യാത്രകൾ പോകാനും ഇത്തരത്തിൽ മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്ന് റിലീഫ് നേടാനൊക്കെയുള്ള ചെറിയ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് കൂടിയുണ്ട്. അതിൻ്റെ കൂടെ ഞാനിപ്പോൾ പറഞ്ഞ ആരോഗ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന അത്തരമൊരു ജീവിതശൈലിയും ഭക്ഷണ രീതിയും ഒക്കെ നമ്മളെ പ്രാക്ടീസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാം കൂടിയുണ്ട്. അതിനകത്ത് യോഗ, വ്യായാമ പരിശീലനമുണ്ട്, പിന്നെ ആരോഗ്യകരമായിട്ടുള്ളൊരു ഭക്ഷണരീതി പരിശീലനമുണ്ട്, ആരോഗ്യകരമായിട്ടുള്ള പാചക രീതി നിങ്ങളെ പഠിപ്പിക്കും. എങ്ങനെയാണ് ആരോഗ്യകരമായി നമ്മുടെ ഓരോ ഭക്ഷണങ്ങളും തയ്യാറാക്കേണ്ടത്, നമ്മൾ പാരമ്പര്യമായിട്ട് ശീലിച്ചു വരുന്ന ഭക്ഷണ രീതി തന്നെ എങ്ങനെ ആരോഗ്യകരമായിട്ട് നമുക്ക് ചെയ്യാം, എങ്ങനെ ആരോഗ്യകരമായിട്ട് പാചകം ചെയ്യാം, എങ്ങനെ ആരോഗ്യകരമായി ശരീരത്തിന് വേണ്ട എല്ലാ ന്യൂട്രിയൻസും ബാലൻസ് ചെയ്തുകൊണ്ട് എങ്ങനെ കഴിക്കാം, ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങളാണ് ഈ പ്രോഗ്രാമിൽ പഠിപ്പിക്കുന്നത്. ഒപ്പം നമ്മുടെ മാനസികാരോഗ്യം എന്നുള്ള വിഷയം കൂടി വളരെ പഠിപ്പിക്കും. ഇത് വളരെ കൃത്യമായി ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള വസ്തുതകൾ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ക്യാമ്പിൽ പഠിപ്പിക്കുക. ഇതൊരു ചികിത്സാ ക്യാമ്പോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു എന്താ പറയേണ്ടത് മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് രോഗങ്ങളെ മാറ്റിയെടുക്കാൻ എന്ന് ഓഫർ തരുന്ന തരത്തിലുള്ള ക്യാമ്പുകളൊന്നും തന്നെയല്ല. പൂർണ്ണമായിട്ടും ആധുനിക ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ജീവിതശൈലിയും ഭക്ഷണ രീതിയും ആരോഗ്യകരമാക്കിക്കൊണ്ട്, ഒപ്പം നമ്മൾ ജീവിക്കുന്ന പരിസ്ഥിതി ആരോഗ്യകരമാക്കി നിലനിർത്തിക്കൊണ്ട് നമുക്ക് എങ്ങനെ നമ്മുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താനും രോഗങ്ങളെ പ്രതിരോധിക്കാനും ഉള്ള രോഗങ്ങളെ മാറ്റിയെടുക്കാനും സാധിക്കുമെന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ളൊരു പഠനം, ഒപ്പം നമ്മുടെ അനാരോഗ്യകരമായിട്ടുള്ള നിരവധി ശീലങ്ങളുണ്ടാവും. നമുക്ക് ഓരോരുത്തർക്കും വളരെ തെറ്റായിട്ടുള്ള ആരോഗ്യവുമായി ബന്ധപ്പെട്ട് വളരെ ഒരു വലിയ തെറ്റിദ്ധാരണകളുള്ളൊരു സമൂഹമാണ് നമ്മൾ.
ഒരുപാട് തെറ്റുകൾ ആളുകൾ ചെയ്യാറുണ്ട്. പലതരത്തിലുള്ള ഒറ്റമൂലികൾ ഉപയോഗിക്കുക, അനാവശ്യമായിട്ടുള്ള മരുന്നുകളുടെ ഉപയോഗം, ഇങ്ങനെയുള്ള ഒരുപാട് തെറ്റായ പ്രാക്ടീസസ്. അതുപോലെ തന്നെ അവർ ഭക്ഷണ രീതിയിലും അവരുടെ ജീവിത രീതിയിലൊക്കെ വരുത്തുന്ന ഒരുപാട് തെറ്റുകളുണ്ട്. അപ്പോൾ അനാരോഗ്യകരമായിട്ടുള്ള അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും വളരെ കൃത്യമായി തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ നമ്മളെ സഹായിക്കുന്ന രീതിയിലൊക്കെയുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് ഈ ഹൈജീനിക്സ് ലൈഫിൻ്റെ നേച്ചർ ക്യാമ്പ്. അപ്പോൾ ഇതാണ് അതിനെക്കുറിച്ചിട്ട് ഏറ്റവും ചുരുക്കി പറയാനുള്ളത്. കൂടുതൽ അറിയാൻ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസും കൂടുതൽ അതിനുമായി ബന്ധപ്പെട്ട കുറേ വീഡിയോസും ഒക്കെ ഇതിന് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. ഓക്കെ, അത് ആളുകൾ പൊതുവേ അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് അപ്പോൾ അതിൽ നിന്ന് നോക്കിയിട്ട് ഞാൻ ഓരോ കാര്യങ്ങളായിട്ട് മറുപടി പറയാം. ഇനി ഹൈജീനിക്സ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ ആരോഗ്യത്തോടെ ജീവിക്കാൻ സഹായിക്കുന്ന ഇത്തരത്തിലുള്ള അറിവുകൾ നൽകുന്ന ട്രെയിനിങ് പ്രോഗ്രാമുകൾ നടത്തിക്കൊടുക്കുന്ന ഒരു ചെറിയൊരു കൂട്ടായ്മയാണ്. ഇത് 2010 മുതൽ പ്രവർത്തിച്ചു വരുന്ന ഒരു ചെറിയൊരു സംഘടനയാണ്. ഈ 2018-19 സമയങ്ങളിലാണ് നമ്മളിതൊരു സ്ഥാപനമായിട്ട് ഇതിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാംസ് നടത്താനുള്ള ഒരു സ്ഥാപനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മുടെ ക്യാമ്പിലും നമ്മുടെ ഓൺലൈൻ കോഴ്സിലും അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാമിനെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കളുടെ എല്ലാം സഹായത്തോടു കൂടി പങ്കെടുത്തിട്ടുള്ള ആൾക്കാരും നമ്മുടെ ഈ പ്രോഗ്രാമിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെല്ലാവരും കൂടി ചേർന്ന് പണം സമാഹരിച്ചിട്ടാണ് ഈ ഹൈജീനിക്സ് ലൈഫ് എന്ന് പറയുന്ന അക്കാദമി കണ്ണൂർ ജില്ലയിൽ ജോസ്ഗിരി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ വികസിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വളരെയധികം സന്തോഷം നമുക്കുണ്ട്. കാരണം ജനകീയമായിട്ടുള്ള ഒരു മൂവ്മെൻ്റാണ്, ഒരു ആരോഗ്യ സാക്ഷരതാ പ്രസ്ഥാനം കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ വന്നാൽ ബോധ്യപ്പെടും. ഭാവിയിൽ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ആളുകളെ പഠിപ്പിക്കുന്ന ഒരുപാട് ആളുകൾ വന്ന് അവർക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ പഠിക്കാൻ കുറച്ച് ദിവസം താമസിച്ചുകൊണ്ട് അവരുടെ ജീവിതശൈലി രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ അവരെ സഹായിക്കാനൊക്കെയുള്ള ലൈഫ് സ്റ്റൈൽ ഡയറ്റ് പ്രാക്ടീസസ് ഒക്കെ ആയിട്ട് വികസിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ട്രെയിനിങ് പ്രോഗ്രാംസ് മാത്രമേ നടത്തുന്നുള്ളൂ. അങ്ങനെ ഏതെങ്കിലും സമയത്ത് വന്നിട്ട് അഡ്മിഷൻ എടുത്തിട്ട് അങ്ങനെ നിൽക്കാവുന്ന രീതിയിലുള്ളൊരു സംഭവം നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ ക്യാമ്പുകൾ അവിടെയാണ് നമ്മൾ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ഹൈജീനിക്സ് ലൈഫ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഒരു കൂട്ടായ്മയാണ്. ഹൈജീനിക്സ് ലൈഫിൻ്റെ തന്നെ സ്വന്തം സ്ഥാപനമാണ് ഈ കണ്ണൂർ ജില്ലയിലുള്ള ജോസ്ഗിരിയിലുള്ള പുകയൂണി ഇക്കോ ഫാം. ആ ഫാമിന് പറയുന്ന പേരാണ് പുകയൂണി. പുകയൂണി എന്ന് പറയുന്നത് ഇന്ത്യൻ റോളർ എന്ന് പറയുന്ന ഒരു പക്ഷിയുണ്ട്. ആ പക്ഷിയുടെ പ്രാദേശികമായിട്ട് വിളിക്കപ്പെടുന്ന പേരാണ്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഈ പരിപാടി. ഇതാണ് ഹൈജീനിക്സ് ലൈഫ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇത് തീർത്തും ഒരു വ്യക്തി കേന്ദ്രീകൃതമായി ഏതെങ്കിലും തരത്തിൽ ലാഭത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷനോ അതിൻ്റെ പ്രവർത്തനങ്ങളോ അല്ല എന്നുള്ള കാര്യം നിങ്ങളെ ഒന്ന് അറിയിക്കുകയാണ്. ഓക്കെ, കാരണം ഈ പ്രോഗ്രാമിൽ ജനറേറ്റ് ചെയ്യുന്ന മുഴുവൻ പൈസയും നമ്മൾ ഈ സ്ഥാപനത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഒരുപാട് ആളുകൾ ഈ മൂവ്മെൻറ്റിലുണ്ട്. അവരുടെ സപ്പോർട്ടോടു കൂടിയാണ് ഇത് നടന്നു പോകുന്നത്. ഓക്കെ, ഇനി 3 പ്രധാനമായിട്ടും ക്യാമ്പിൻ്റെ ഫീസ് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ആൾക്കാർ ചോദിക്കാറ്. അപ്പോൾ ക്യാമ്പിൻ്റെ ഫീസ് സംബന്ധിച്ചിട്ട് നിങ്ങൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്ന് പറയുന്നത്, ഈ ക്യാമ്പിൽ ഭക്ഷണം, താമസം, അതേപോലെ തന്നെ ഞാനിപ്പോൾ പറഞ്ഞ ഒരുപാട് ക്ലാസ്സുകളുണ്ട്. ഏകദേശം ഒരു 12 മണിക്കൂറിൽ മേലെ ക്ലാസ്സുകളും ട്രെയിനിങ് പ്രോഗ്രാംസും നമ്മൾ ഈ 4 ദിവസങ്ങളിലെ ക്യാമ്പുകളിൽ വരും. ഓക്കെ, അതേപോലെ തന്നെ അവിടെ കുറച്ച് ചെറിയ ലോക്കൽ ജീപ്പ് യാത്രകളുണ്ട്. അതിനുമായി ബന്ധപ്പെട്ട ചില സംഘാടന ചെലവുകളുണ്ട്. പിന്നെ ക്യാമ്പ് കഴിഞ്ഞാലും നിങ്ങൾക്കൊരു ഓൺലൈൻ ഫോളോ അപ്പ് ഉണ്ടാവും. അതായത് ഇത് കൃത്യമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു ഓൺലൈൻ സപ്പോർട്ട്. അത് നമ്മൾ ലൈവായിട്ടുള്ള വ്യായാമ പരിശീലനങ്ങൾ, സൂം മീറ്റ്, ഗൂഗിൾ മീറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ലൈവായിട്ടുള്ള വ്യായാമ പരിശീലനം തുടരും. അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ലൈവ് സൂം മീറ്റുകൾ വെച്ചുകൊണ്ട്, ഗൂഗിൾ മീറ്റുകൾ വെച്ചുകൊണ്ട് നമ്മൾ സംശയ നിവാരണം ഉണ്ടാകും. ഇത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പിന്നെ കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അത് അഡ്വാൻസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, ലൈഫ് സ്റ്റൈൽ ഡിസീസുകളുള്ളവർക്ക് അതിനുവേണ്ടി പ്രത്യേക രീതിയിലുള്ള അഡ്വൈസുകൾ, അത് വീണ്ടും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയുള്ള അഡ്വൈസുകളും അങ്ങനെയൊക്കെ ആയിട്ട് ഇത് എപ്പോഴും ലൈവായിരിക്കും. ക്യാമ്പ് കഴിഞ്ഞാലും ഇത് അവസാനിക്കുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ഹൈജീനിക്സ് ലൈഫിൻ്റെ കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങളെ ആഡ് ചെയ്യും. അതിൽ നിങ്ങൾക്ക് എപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടാവും. പിന്നീട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോളോ അപ്പ് ക്യാമ്പുകൾക്ക് വരാം. അതിൽ നിങ്ങൾക്ക് ഭക്ഷണ താമസ ചെലവും അവിടുത്തെ ഒരു സംഘടന ചെലവും മാത്രമേ വാങ്ങുകയുള്ളൂ. ട്രെയിനിങ് ഫീസ് അതിനുണ്ടാവില്ല. അപ്പോൾ ഫോളോ അപ്പ് ക്യാമ്പുകൾക്ക് വരാം. വേറെ ഒന്ന്, നിങ്ങളൊരു ക്യാമ്പിൽ പങ്കെടുത്തിട്ട് അടുത്ത ക്യാമ്പിൽ നിങ്ങളുടെ സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ കുടുംബാംഗങ്ങളെയോ ഒക്കെ പങ്കെടുപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രത്യേകമായിട്ടുള്ള ഫീസ് ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ നമ്മളൊരു റഫറൽ മാർക്കറ്റിംഗ് സംഭവം ചെയ്യാറുണ്ട്. അതായത് ക്യാമ്പിൽ പങ്കെടുത്തിട്ട് ഇത് അത്രയധികം പ്രയോജനമുള്ളതാണെന്ന് ബോധ്യപ്പെടുന്ന ആളുകൾക്ക് നമ്മുടെ ക്യാമ്പിലേക്ക് മറ്റുള്ള ആളുകളെ നിങ്ങൾക്ക് പങ്കെടുപ്പിക്കാവുന്നതാണ്. അപ്പോൾ അതിന് നിങ്ങൾക്കൊരു നിശ്ചിത ശതമാനം ഒരു റിവാർഡ്, നമ്മുടെ ഒരു ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരു ചെറിയൊരു പണം നമ്മൾ അതിനകത്ത് നൽകും. കാരണം സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഈ അറിയിപ്പുകൾ കൊടുക്കാനായിട്ട് വലിയൊരു പൈസ നമുക്ക് പലപ്പോഴും ചിലവാകുന്നുണ്ട്. ഓക്കെ, അത് വലിയൊരു പൈസയാണ്. അപ്പോൾ അത് കേന്ദ്രീകൃതമായിട്ട് ഒരു വലിയൊരു കോർപ്പറേറ്റ് കമ്പനിയിലേക്കാണ് ആ പൈസ പോകുന്നത്. അപ്പോൾ അത് നമ്മൾ ഒരു മിനിമം ലെവലിൽ വെച്ചുകൊണ്ട് കൂടുതലും സാധാരണക്കാരായ ആളുകൾക്ക്, നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വരുന്ന ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഇങ്ങനെയൊരു റഫറൽ മാർക്കറ്റിംഗ് സംവിധാനങ്ങൾ കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ എല്ലാം ഉൾപ്പെടെ, ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടെ
ഓൺലൈൻ സർവീസ്, ക്യാമ്പ് കഴിഞ്ഞിട്ടുള്ള ഓൺലൈൻ ഫോളോ അപ്പും ക്യാമ്പിൽ നൽകുന്ന ഈ സർവീസുകളും ഇതെല്ലാം ഉൾപ്പെടെ 7500 രൂപയാണ് ക്യാമ്പിൻ്റെ ഫീസ് എന്ന് പറയുന്നത്. 4 ദിവസത്തെ ഭക്ഷണവും താമസവും എല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഇനി ഫാമിലി ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 പേർക്ക് കൂടിയിട്ട് ഒരു ഡബിൾ ബെഡുള്ള ഒരു റൂം നമ്മൾ തരും. അത് നമ്മൾ അഡീഷണൽ ചാർജ് വാങ്ങുന്നില്ല. ഓക്കെ, ബഡ്ജറ്റ് റൂമുകളുണ്ട്. 7500 പ്ലസ് 7500 15,000 രൂപ അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഫാമിലി റൂമുകൾ തരുന്നതായിരിക്കും. ഇനി നിങ്ങൾ ഡോർമെട്രിയിലാണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 2 പേര് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 7,000 രൂപ മാത്രമേ എടുക്കുകയുള്ളൂ. ഇപ്പോൾ 2 പേർക്കും കൂടി 14,000 രൂപ മതി. പിന്നെ നമുക്ക് കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള കുറച്ച് അഡീഷണൽ സൗകര്യങ്ങളൊക്കെയുള്ള 2 കോട്ടേജുകളുണ്ട്. ആ കോട്ടേജിന് കുറച്ചധികം ഫീസ് വരുന്നുണ്ട്. അത് താല്പര്യമുള്ളവർ മാത്രം എടുത്താൽ മതി. ഓക്കെ, അത് കുട്ടികളൊക്കെ ആയിട്ട് വരുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ റൂമിൽ നല്ല രീതിയിൽ താമസിക്കണം, ഭയങ്കരമായിട്ട് കംഫർട്ടായിട്ട് താമസിക്കണം എന്നൊക്കെ ഉള്ള ആളുകൾക്ക് വേണമെങ്കിൽ എടുക്കാവുന്ന 2 കോട്ടേജ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങളുടെ ഓപ്ഷനാണ്. അപ്പോൾ ഡോർമെട്രി അക്കോമഡേഷനിലാണ് 7,500 രൂപ ഒരാൾക്ക്, 2 പേർക്ക് 7,000 പ്ലസ് 7,000 14,000 രൂപയാണ്. ഇനി 2 പേര് ചേർന്നിട്ട് ഒരു റൂം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഫാമിലി റൂമാണ് നല്ലത്, കാരണം ഡബിൾ ബെഡാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പിന്നെ വേറെയും 2 സിംഗിൾ ബെഡ് ഇടാവുന്ന രീതിയിൽ നമുക്കൊരു 1-2 റൂമുകൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് അഡീഷണൽ റൂം ചാർജ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് 2 പേർക്ക് പക്ഷേ 15,000 രൂപ എന്നുള്ള രീതിയിൽ അതിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കത് പങ്കെടുക്കാവുന്നതാണ്. അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ ഓൺലൈൻ ഫോളോ അപ്പ് ഉണ്ടാവും. ഞാൻ പറഞ്ഞൊരു 3,000 മുതൽ 4,000 രൂപ വരെയൊക്കെ പലപ്പോഴും നമ്മൾ വാങ്ങി ചെയ്തുകൊണ്ടിരുന്ന ഓൺലൈൻ കോഴ്സുകൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഇതിൻ്റെ കൂടെ ക്യാമ്പ് കഴിഞ്ഞിട്ട് ലഭിക്കും. അത് ഇത്ര സമയമെന്നില്ല, അത് നിങ്ങൾക്ക് കുറേ കാലത്തോളം നിങ്ങൾക്ക് അതിൻ്റെ ഫോളോ അപ്പ് ഉണ്ടാവും. ക്യാമ്പിൽ നൽകുന്ന മുഴുവൻ ക്ലാസ്സുകളുടെയും ഓഡിയോ വീഡിയോ റെക്കോർഡിങ്സും അതിൻ്റെ ഫുഡ് പ്ലേറ്റ് മോഡൽസ്, ചിത്രങ്ങൾ, ഡയറ്റ്, ഹെൽത്തി ഡയറ്റ് ചാർട്ടുകളും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് എല്ലാം ഉൾപ്പെടെയാണ് 7,500 രൂപ ഫീസ് എന്ന് പറയുന്നത്. മാത്രമല്ല, ക്യാമ്പിൽ പങ്കെടുത്തിട്ട് നിങ്ങൾക്കിത് ക്യാമ്പ് പ്രയോജനപ്പെട്ടില്ല, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ക്യാമ്പിൽ നിന്ന് കിട്ടിയില്ല നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫീസ് തിരിച്ചു നൽകുമെന്നുള്ള ഗ്യാരണ്ടി കൂടി ഞങ്ങൾ നൽകുന്നു. മണി ബാക്ക് ഗ്യാരണ്ടിയോട് കൂടിയാണ് നിങ്ങളെ ക്യാമ്പിലേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ദയവായിട്ടൊന്ന് ക്യാമ്പിൽ വരിക, ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ നടത്തുന്ന ഈ പ്രോഗ്രാമിൽ വന്ന ഒരാൾക്ക് പോലും ഈ ക്യാമ്പ് പ്രയോജനപ്പെടാതിരുന്നിട്ടില്ല. എല്ലാവരും നമ്മളോട് അത്രയധികം സ്നേഹവും സപ്പോർട്ടും അറിയിച്ചുകൊണ്ട് നമ്മുടെ കൂടെ തന്നെ തുടരാറുണ്ട്. അതുകൊണ്ട് നമ്മളിത് വലിയ രീതിയിലുള്ള എക്സാജറേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള മാർക്കറ്റിംഗ് വർക്കുകളൊന്നും ചെയ്യാറില്ല. നേരിട്ട് ആളുകൾ പങ്കെടുക്കുക, ഇത് എക്സ്പീരിയൻസ് ചെയ്ത് അറിയുക എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ക്യാമ്പിൽ പങ്കെടുത്തിട്ട് നിങ്ങൾക്കിത് പ്രയോജനപ്പെട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ മണി ബാക്ക് ഗ്യാരണ്ടി എന്നുള്ള ഒരു സംഭവം നമ്മൾ വെക്കുന്നത്. കാരണം പലതരത്തിലുള്ള പരിപാടികൾ നിങ്ങളിന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ടാവും, പലതരത്തിലുള്ള പ്രോഗ്രാമുകളെ കുറിച്ചുള്ള അറിയിപ്പുകൾ. അതിൽ പങ്കെടുക്കണ്ടിയോ എന്ന് വളരെ സംശയത്തോടുകൂടി നിങ്ങൾ നിൽക്കും. ഇനി പങ്കെടുത്താൽ കയ്യിൽ നിന്ന് പൈസ പോവുമോ, ഈ ഇത്രയും സമയം എൻ്റെ നഷ്ടപ്പെടുമോ, വെറുതെ ഒരു മെനക്കെടാവുമോ, ബുദ്ധിമുട്ടാവുമോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ക്യാമ്പിൽ പങ്കെടുക്കാതിരിക്കുന്നത്. ചിലപ്പോൾ ക്യാമ്പിൽ അത്തരം പ്രോഗ്രാമുകൾ പങ്കെടുത്തിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ചില ദുരനുഭവങ്ങളും ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് ചെയ്യുന്നത് ക്യാമ്പിൽ പങ്കെടുത്ത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഇത് വെർത്തല്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫീസ് തിരിച്ചു നൽകുമെന്നുള്ള ഒരു ഗ്യാരണ്ടി ഞങ്ങൾ നൽകുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഇത് ഞങ്ങളുടെ സേവനത്തിലുള്ള ഞങ്ങളുടെ ഒരു കോൺഫിഡൻസ് ആണ്. ഇത്രയും ആളുകൾക്ക് ഞങ്ങൾ ഈ സർവീസ് ചെയ്തു കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് അതിനകത്ത് നിന്ന് കിട്ടിയ ഫീഡ്ബാക്കുകളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഓഫർ നിങ്ങൾക്ക് നൽകുന്നത്. നമ്മുടെ ക്യാമ്പിൽ പങ്കെടുത്ത ആളുകളുടെ ഫീഡ്ബാക്ക് വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതിൻ്റെ കൂടെ കാണുക. ഓക്കെ, ഇനി ക്യാമ്പിൻ്റെ ഒരുപാട് ഫീഡ്ബാക്കുകളുണ്ട്. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുക. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക പങ്കെടുക്കണമോ വേണ്ടിയോ എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ മണി ബാക്ക് ഗ്യാരണ്ടി നൽകുന്ന കാര്യം ഞാൻ പറഞ്ഞു. കാരണം നമ്മൾ നിങ്ങളുടെ പണത്തിനും നിങ്ങളുടെ സമയത്തിനും നിങ്ങളുടെ ആ ഒരു എഫേർട്ടിനും വളരെയധികം വാല്യൂ കാണുന്നത് കൊണ്ടാണ് നമ്മൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇത് നഷ്ടമായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് പൈസ തിരിച്ചു വരും എന്നുള്ള രീതിയിൽ ഗ്യാരണ്ടിയോടുകൂടി നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ക്യാമ്പിൽ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഞാനതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ഉണ്ട്, താല്പര്യമുള്ളവർക്ക് അത് വേണമെങ്കിൽ നോക്കാവുന്നതാണ്. ക്യാമ്പിൽ ആരോഗ്യകരമായ പാചകം പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ തയ്യാറാക്കുന്ന ഭക്ഷണങ്ങൾ, നമ്മുടെ തന്നെ പാരമ്പര്യ ശീലങ്ങളിലുള്ള ഭക്ഷണങ്ങളെ എങ്ങനെ കുറച്ചും കൂടി ഹെൽത്തിയാക്കി മാറ്റിക്കൊണ്ട് ആരോഗ്യകരമായി ഭക്ഷണം പാചകം ചെയ്യാം, അതിൻ്റെ റെസിപ്പികൾ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാമ്പിൻ്റെ ടൈം ഷെഡ്യൂൾ, ആദ്യത്തെ ദിവസം ഉച്ചയോടുകൂടിയാണ് ക്യാമ്പ് ആരംഭിക്കുക, അവസാനത്തെ ദിവസം ഉച്ച കഴിഞ്ഞിട്ട് ക്യാമ്പ് അവസാനിക്കും. അപ്പോൾ ദൂരെ നിന്ന് വരുന്ന ആളുകൾക്ക് പിന്നെ തലേ ദിവസം വേണമെങ്കിൽ സ്ഥലത്ത് വരാം. അത് നമ്മൾ ചെറിയൊരു അഡീഷണൽ ആയിട്ടുള്ള നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെയും താമസത്തിന് വളരെ ചെറിയൊരു പൈസ, നിങ്ങൾ പുറത്ത് ലോഡ്ജിലൊക്കെ താമസിക്കുന്നതിനേക്കാൾ വളരെ തുച്ഛമായിട്ടുള്ളൊരു പൈസ നൽകി നിങ്ങൾക്ക് വേണമെങ്കിൽ തലേ ദിവസം തന്നെ അവിടെ വന്ന് താമസിച്ചിട്ട് പിറ്റേ ദിവസം മുതൽ ക്യാമ്പ് അറ്റൻഡ് ചെയ്യാം. അല്ലെങ്കിൽ
ക്യാമ്പ് കഴിഞ്ഞിട്ട് പോകുന്ന ദിവസങ്ങളിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്യാമ്പ് കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം അവിടെ താമസിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ പോകാവുന്ന രീതിയിലുള്ള സൗകര്യവുമുണ്ട്. ഇനിയല്ല പിന്നെ നിങ്ങൾക്ക് ക്യാമ്പിൽ രാവിലെ എത്തിച്ചേർന്നിട്ട് ഉച്ചവരെ വിശ്രമിച്ചുകൊണ്ട് ക്യാമ്പ് അറ്റൻഡ് ചെയ്യുക. അങ്ങനെ പല രീതിയിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത്തരം സൗകര്യങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ക്യാമ്പിൻ്റെ ടൈം ഷെഡ്യൂൾ എന്ന് പറയുന്നത് ആദ്യത്തെ ദിവസം ഉച്ചയ്ക്ക് തുടങ്ങി അവസാനത്തെ ദിവസം 4ാമത്തെ ദിവസം ഉച്ചയ്ക്ക് അവസാനിക്കുന്ന രീതിയിലാണ്. 3 നൈറ്റാണ് നിങ്ങൾ സ്റ്റേ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അവിടെ എല്ലാ ദിവസവും രാവിലെ ഒരു 6:30 മണിക്കോ അല്ലെങ്കിൽ 7 മണിക്കോ കാലാവസ്ഥ അനുസരിച്ചിട്ട് സാഹചര്യം അനുസരിച്ചിട്ട് നമ്മൾ പ്രോഗ്രാംസ് തുടങ്ങും. രാവിലെ ഒരു 2 മണിക്കൂർ യോഗ വ്യായാമ പരിശീലനമായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചെറിയൊരു ബ്രേക്ക്, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ്, അത് കഴിഞ്ഞിട്ട് ചെറിയൊരു വിശ്രമ സമയം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ ക്ലാസ്സുകളും പ്രോഗ്രാംസും ഉണ്ട്, ട്രെയിനിങ് പ്രോഗ്രാംസും ഉണ്ട്. പിന്നെ നമ്മൾ ഔട്ട്ഡോർ ആക്ടിവിറ്റീസിന് യാത്രകൾക്ക് പോകുന്ന സമയങ്ങളിൽ അതായിരിക്കും ആക്ടിവിറ്റി. പിന്നെ രാത്രി ക്യാമ്പ് ഫയർ ഉണ്ട്. രാവിലെ ഒരു 6:30-7 മണിക്ക് പരിപാടി തുടങ്ങിയാൽ രാത്രി ഒരു 9:30-10 മണി വരെ, ചിലപ്പോൾ 10:30 വരെ കൾച്ചറൽ ആക്ടിവിറ്റീസൊക്കെ തുടരുകയാണെങ്കിൽ അത്രയും സമയം നമ്മളിതിൽ എൻഗേജ്ഡ് ആയിരിക്കും. ഈ പ്രോഗ്രാമിൽ ഫുൾ ടൈം എൻഗേജ്ഡ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് രാത്രി ഒരു 7-8 മണിക്കൂർ ഉറങ്ങാൻ വേണ്ടി മാത്രമായിരിക്കും നമ്മുടെ ഈ ഉറങ്ങുന്ന സ്ഥലം, റൂമോ ഡോർമെറ്ററിയോ ഉപയോഗിക്കുന്നത്. ഓക്കെ, ബാക്കി എല്ലാ സമയവും ആ ക്യാമ്പിൽ പങ്കെടുക്കുന്ന എല്ലാ ആളുകളുമായിട്ട് ചേർന്നിട്ടുള്ള പല ആക്ടിവിറ്റീസും പഠനങ്ങളും ഒക്കെ ആയിട്ട് വളരെ ലൈവായിട്ടിരിക്കും പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ സ്ഥലത്തേക്ക് എങ്ങനെ എത്തിച്ചേരാമെന്ന് ആൾക്കാർ ചോദിക്കാറുണ്ട്. അതായത് കണ്ണൂർ ജില്ലയിൽ ജോസ്ഗിരി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ ക്യാമ്പ് സെൻറ്റർ. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ഒന്ന് പയ്യന്നൂരാണ്, പിന്നെ ഒന്ന് കണ്ണൂർ മെയിൻ റെയിൽവേ സ്റ്റേഷനാണ്. പക്ഷേ കണ്ണൂർ മെയിൻ റെയിൽവേ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ക്യാമ്പ് സെൻറ്ററിലേക്ക് വരാൻ 2-3 ബസ് മാറി കയറിയിട്ടൊക്കെ വരണം. അപ്പോൾ അതിനേക്കാൾ ഏറ്റവും എളുപ്പം കണ്ണൂർ കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഈ സ്ഥലത്തേക്ക് നേരിട്ട് ബസ് സർവീസ് ഉണ്ട്, KSRTC ബസ് സർവീസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ടൈംസ് സംഭവമൊക്കെ നമ്മൾ പറഞ്ഞുതരാം. മാത്രമല്ല തെക്കൻ ജില്ലകളിൽ നിന്ന് ഇവിടത്തേക്ക് ചെറുപുഴ എന്ന് പറയുന്ന ഈ ഹൈജീനിക്സ് ലൈഫ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് ഒരു 15 കിലോമീറ്റർ അപ്പുറത്തുള്ള ചെറുപുഴ എന്ന് പറയുന്ന ടൗൺ വരെ ഡയറക്റ്റ് ബസ് സർവീസ് ഉണ്ട്, KSRTC ബസ് സർവീസുകളുണ്ട് തെക്കൻ ജില്ലകളിൽ നിന്ന്. കോട്ടയം പാല വഴി, അതുപോലെ തന്നെ അടൂർ, പത്തനംതിട്ട അടൂർ എന്നൊക്കെ വരുന്ന ബസ്സുകളുണ്ട്. അപ്പോൾ അതും കണക്ട് ചെയ്തിട്ട് അങ്ങനെയും വേണമെങ്കിൽ വരാവുന്നതാണ്. ഓക്കെ, അപ്പോൾ കണ്ണൂർ ജില്ലയിൽ വരികയാണെങ്കിൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ പയ്യന്നൂരേക്ക് പിന്നീട് വേറൊരു ട്രെയിനിനോ ബസ്സിനോ വന്നിട്ട് പയ്യന്നൂരിൽ നിന്ന് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ വരുന്നവർക്ക് അതാണ് സൗകര്യം. നേരെ മറിച്ച് സ്വന്തം വണ്ടിയിൽ വരുന്ന മലബാർ ഏരിയയിലുള്ള ആളുകൾക്കോ കണ്ണൂർ ജില്ലയിലോ ഒക്കെയുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ മധ്യ കേരളത്തിൽ നിന്നൊക്കെ സ്വന്തം വാഹനത്തിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് കണ്ണൂരിൽ നിന്ന് തളിപ്പറമ്പ് വഴി ഉദയഗിരി, ജോസ്ഗിരി എന്ന് പറഞ്ഞിട്ടൊരു റൂട്ടുണ്ട്, അതങ്ങനെയും വരാം. അപ്പോൾ പയ്യന്നൂർ വഴി വരണ്ട, പയ്യന്നൂർ വഴി വരുമ്പോൾ ഒരു 15 കിലോമീറ്റർ അധികം ഓടണം. അപ്പോൾ അതുകൊണ്ട് കണ്ണൂരിൽ നിന്ന് വരാവുന്ന വേറൊരു വഴിയുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് പിന്നെ എത്തിച്ചേരുന്ന ഒന്നൊരു വിഷയമല്ല, ട്രാവലിംഗ് ഒക്കെ വളരെ സുഖം തന്നെയാണ്. അവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്താണ് നിങ്ങൾ താമസിക്കുന്നതും നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത്. അതുകൊണ്ട് യാത്രയൊന്നും ബുദ്ധിമുട്ടില്ല. പിന്നെ വന്നിട്ട് അതേ ദിവസം പോകുന്നൊരു പരിപാടിയൊന്നുമല്ലോ, വന്ന് അവിടെ റിലാക്സ് ചെയ്ത് 3-4 ദിവസം പരിപാടി നടത്തി കഴിഞ്ഞിട്ട് പോകുന്നതാണ്. അപ്പോൾ മുൻകൂട്ടി നിങ്ങൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ട ആളുകൾ മുൻകൂട്ടി ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. കാരണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ ഉള്ളത് തന്നെ പ്രോഗ്രാം ഡേറ്റുകളൊക്കെ അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ട്രെയിൻ ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്ത് ക്യാമ്പിന് വേണ്ടിയിട്ടുള്ള സീറ്റ് ബുക്ക് ചെയ്തിട്ട് വേണം ക്യാമ്പിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ക്യാമ്പിൻ്റെ ഫോട്ടോസ്, ക്യാമ്പിൽ പങ്കെടുത്ത ഫോട്ടോസ്, ക്യാമ്പ് മൊമെൻറ്റ്സൊക്കെ നിങ്ങളൊന്ന് കാണുക. അപ്പോൾ നിങ്ങൾക്ക് ക്യാമ്പിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, ആളുകൾ പങ്കെടുക്കുന്ന ആളുകൾ, അവരുടെ സന്തോഷം, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് കാണാം. അതുപോലെ തന്നെ ക്യാമ്പുമായി ബന്ധപ്പെട്ട കുറേ വീഡിയോസ് ഉണ്ട്, അത് നിങ്ങൾ കാണുക. ക്യാമ്പ് ഫീഡ്ബാക്ക് പോലെ തന്നെ. പിന്നെ വേറെ ഒന്ന്, ക്യാമ്പ് സെൻറ്ററിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു, അത് പുകയൂണി ഇക്കോ ഫാം എന്ന് പറയുന്ന ഒരു ഫാമാണ്. അവിടെയാണ് നമ്മൾ ഈ ഹൈജീനിക്സ് ലൈഫ് അക്കാദമി എന്ന് പറയുന്ന ഒരു സ്ഥാപനം. അതിനുള്ളിലുള്ള ചെറിയ താമസ സൗകര്യവും ട്രെയിനിങ് ഹാളുകളും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ഇടമാണ്. അപ്പോൾ ഒരു 5 ഏക്കറോളം വരുന്ന സ്ഥലമാണ്. ജോസ്ഗിരി എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ളൊരു മലയോര ഗ്രാമമാണ്. അവിടെ പലതരത്തിലുള്ള ഫ്രൂട്ട് ട്രീസും പലതരത്തിലുള്ള ചെടികളും മരങ്ങളും ഒക്കെ നട്ടുപിടിപ്പിച്ചിട്ടുള്ള വളരെ പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു ഇടമാണ്. നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം നിങ്ങൾക്ക് കിട്ടും കുടിക്കാൻ വേണ്ടിയിട്ട്. നല്ല ശുദ്ധമായിട്ടുള്ള വായു ശ്വസിക്കാം, റിലാക്സ്ഡ് ആയിട്ട് താമസിക്കാം. നല്ല തണുപ്പാണ്. ഓക്കെ, എപ്പോഴും എല്ലാ സമയത്തും, ഈവൺ വേനൽക്കാലത്ത് പോലും നിങ്ങൾക്ക് ഫാനില്ലാതെ പുതച്ചുമൂടി ഉറങ്ങാൻ കഴിയുന്ന കാലാവസ്ഥയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരിടമാണ്. അതുകൊണ്ട് അവിടത്തേക്ക് നിങ്ങളേവരെയും നമ്മൾ ക്ഷണിക്കുകയാണ്. ഓക്കെ, ക്യാമ്പ് സെൻറ്ററിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് പിന്നീട് വേണമെങ്കിൽ തരാം. ഡീറ്റെയിൽ ആയിട്ടുള്ള മറ്റ് ടെക്സ്റ്റ് ഡീറ്റെയിൽസും വേണമെങ്കിൽ തരാം. പിന്നെ വേറെ ഒന്ന്, ക്യാമ്പിലെ താമസ സൗകര്യം ഞാൻ പറഞ്ഞു, ഡോർമെറ്ററി ഉണ്ട്, അതുപോലെ തന്നെ റൂം സൗകര്യങ്ങളുണ്ട്. ഏകദേശം 7ഓളം റൂം സൗകര്യങ്ങൾ നമ്മളിപ്പോൾ റെഡിയാക്കിയിട്ടുണ്ട്. ഫാമിലി റൂമുകളുണ്ട്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് താമസം, അതുപോലെ തന്നെ മോഡേൺ ടോയ്ലറ്റുകളാണ്, നല്ല ടോയ്ലറ്റുകളാണ്, ഏറ്റവും പുതിയ സ്റ്റൈലിൽ ഫർണിഷ് ചെയ്തിട്ടുള്ള ടോയ്ലറ്റുകൾ, വളരെ ഹൈജീനിക് ആയിട്ട് കീപ്പ് ചെയ്യുന്ന ടോയ്ലറ്റുകളാണ്. അതുകൊണ്ട് അതും യാതൊരു തരത്തിലുള്ള ആശങ്കയും വേണ്ട, നിങ്ങൾക്ക് വന്ന് വളരെ സുഖകരമായിട്ട് താമസിക്കാം. പിന്നെ വേറെ ഒന്ന്, ഈ നമ്മുടെ ക്യാമ്പുമായി ബന്ധപ്പെട്ടിട്ട് ക്യാമ്പിൽ നൽകുന്ന ക്ലാസ്സുകൾ
അതിൻ്റെ ഓഡിയോ വീഡിയോ ക്ലാസ്സുകളൊക്കെ ഞങ്ങളുടെ കയ്യിൽ റെക്കോർഡിങ്സ് ഉണ്ട്. അത് ക്യാമ്പിൽ നിന്ന് എടുത്ത ഓഡിയോ വീഡിയോ റെക്കോർഡിങ്സ് അല്ല, നമ്മൾ ഈ അതിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയുള്ള ഒരുപാട് നമ്മുടെ ഓൺലൈൻ കോഴ്സുകളിലൊക്കെ പങ്കെടുക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കി. അപ്പോൾ അത് താല്പര്യമുള്ളവർ ആദ്യം അത് കേട്ടിട്ട് അത് വെർത്താണോ നോക്കുക, ക്ലാസ്സുകൾ വെർത്താണോ എന്നുള്ള കാര്യം അത് നോക്കിയിട്ടും നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. ഓക്കെ, ക്യാമ്പിലേക്ക് രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്ക് നമ്മുടെ ഓൺലൈൻ കോഴ്സിന് കൊടുക്കുന്ന കംപ്ലീറ്റ് മെറ്റീരിയൽസും നമ്മൾ ഫ്രീ ആയിട്ട് ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി നിങ്ങളെ അറിയിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ആൾക്കാർ ചോദിക്കാറുണ്ട്. നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഉണ്ട്. അതിലേക്ക് നിങ്ങളൊരു അഡ്വാൻസ് പേയ്മെൻറ്റ് 2500 രൂപ അഡ്വാൻസ് പേയ്മെൻറ്റ് ഒരാൾക്ക് ചെയ്തിട്ട് നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും തന്നാൽ മതി. നിങ്ങളുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് അവിടെ പൂർത്തിയായി. പിന്നെ നിങ്ങൾ ക്യാമ്പിൽ വരുന്ന സമയത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് നമ്മുടെ ഹൈജീനിക്സ് ലൈഫ് കമ്മ്യൂണിറ്റിയിലേക്ക്, അതുപോലെ തന്നെ അവിടെ താമസിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള രജിസ്റ്ററിൽ അവിടെ നിന്ന് എഴുതുകയാണ് ചെയ്യുക. അപ്പോൾ ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്യാൻ ഇത്ര മാത്രമേ ഉള്ളൂ. 2500 രൂപ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും തന്നാൽ മതി. അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി ക്യാമ്പിൽ വരുമ്പോൾ എന്തൊക്കെയാണ് കൊണ്ടുവരേണ്ടതെന്ന് ആൾക്കാർ ചോദിക്കാറുണ്ട്. അത് സാധാരണ നിങ്ങളുടെ ഡ്രസ്സുകൾ, നമുക്ക് വ്യായാമ പരിശീലനത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള കംഫർട്ടായിട്ടുള്ള ഡ്രസ്സുകൾ വേറെ വേണം. സാധാരണ നിങ്ങൾ ഉപയോഗിക്കുന്ന മറ്റ് ഡ്രസ്സുകൾ, ഒരു 3-4 ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകൾ, കാരണം നമുക്കത് അലക്കിയിട്ട് ഉണക്കിയെടുക്കാനുള്ള സമയവും സൗകര്യമൊന്നും ആ സമയത്ത് ഉണ്ടാവില്ല ക്യാമ്പിൽ. അപ്പോൾ ഡ്രസ്സുകൾ കൊണ്ടുവരിക. പിന്നെ അതുപോലെ തന്നെ കംഫർട്ടായിട്ട് നടക്കാവുന്ന ചപ്പൽസ്. പിന്നെ ചില ദിവസങ്ങളിൽ ചിലപ്പോൾ നല്ല തണുപ്പുണ്ടാവും സീസൺ അനുസരിച്ചിട്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു വാം ക്ലോത്ത്സ്, തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള സംഭവങ്ങൾ കൊണ്ടുവരാം. പിന്നെ സാധാരണ നിങ്ങൾ നിങ്ങളുടെ തോർത്ത്, ബ്രഷ്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കൊണ്ടുവരിക. പിന്നെ നിങ്ങൾക്ക് ഉറങ്ങാനുള്ള വിരിയും അവിടെ നിന്നൊരു പുതപ്പും നമ്മൾ തരും. ഓക്കെ, ബെഡ്, വിരി, പുതപ്പ് അതൊക്കെ നമ്മൾ അവിടെ നിന്ന് തരും. പക്ഷേ അഡീഷണലായിട്ട് നിങ്ങൾക്ക് ഈ തണുപ്പിനെ ഭയങ്കരമായിട്ട് പ്രതിരോധിക്കാനുള്ള വേണമെന്നുണ്ടെങ്കിൽ സൗകര്യമുള്ള ആൾക്കാർ കുറച്ച് കട്ടിയുള്ള ഒരു പുതപ്പും അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു വാം ക്ലോത്തും, ഒരു തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള ഒരു വസ്ത്രവും കൊണ്ടുവരാവുന്നതാണ്. പിന്നെ വേറെ ഒരു സംഭവം കൊണ്ടുവരേണ്ടതില്ല. ഒരു 4 ദിവസം നമ്മളവിടെ ഭക്ഷണവും താമസവും കാര്യങ്ങളും എല്ലാം ഫാമിലുള്ള രീതിയിൽ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ വേണം കൊണ്ടുവരാൻ. രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ വെള്ളം കയ്യിൽ കരുതണമെന്നുണ്ടെങ്കിൽ ഒരു വാട്ടർ ബോട്ടിൽ കൊണ്ടുവന്നാൽ നല്ലത്. അതേപോലെ തന്നെ മഴയുടെ സീസണൊക്കെ ആണെങ്കിൽ, മഴ പെയ്യാൻ സാധ്യതയെങ്കിൽ ഒരു കുട കൊണ്ടുവരാം. അത്രയും കാര്യങ്ങൾ മതി. പിന്നെ അവിടെ മൊബൈലിന് റേഞ്ച്, ജിയോക്കാണ് മൊബൈലിന് റേഞ്ച് ഉള്ളത്. അതുപോലെ തന്നെ വോഡാഫോൺ ഐഡിയയൊക്കെ ഉണ്ട്. എന്നാലും ഡാറ്റ നെറ്റ്വർക്ക് ജിയോക്കാണ് കൂടുതലായിട്ട് കിട്ടുക. പിന്നെ വൈഫൈ ഉണ്ട്. നമ്മുടെ ക്യാമ്പ് സെൻറ്ററിൽ വൈഫൈ കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് വൈഫൈ നമ്മുടെ ഫാം ഹൗസിൻ്റെ വരാന്തയിൽ ഇരുന്നുകൊണ്ട് വൈഫൈ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. പിന്നെ വേറൊന്ന്, ക്യാമ്പിലെ ഭക്ഷണം, എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ക്യാമ്പിൽ നൽകുന്നതെന്ന് ആൾക്കാർ ചോദിക്കാറുണ്ട്. ക്യാമ്പിൽ വെജിറ്റേറിയൻ ഫുഡും ഉണ്ട്, നോൺ വെജിറ്റേറിയൻ ഫുഡും ഉണ്ട്. വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല നോൺ വെജ് എന്നുള്ളൊരു സംഭവം കൊണ്ട്. ഓക്കെ, അപ്പോൾ 2 തരത്തിലുള്ള ഭക്ഷണവും ക്യാമ്പിൽ കൊടുക്കുന്നുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് പ്രാക്ടീസാണ് ക്യാമ്പിൽ നൽകുന്നത്. പല തരത്തിലുള്ള ഡയറ്റ് പ്രാക്ടീസസ് ക്യാമ്പിലുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ധാന്യാഹാരവും അതുപോലെ തന്നെ നോൺ വെജ് ഐറ്റംസും പയർവർഗ്ഗങ്ങളും ഇലക്കറികളും അങ്ങനെ പല സംഭവങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രത്യേക രീതിയിലുള്ള ഭക്ഷണ രീതികൾ നിങ്ങൾക്ക് എന്നാൽ ലൈഫ് ലോങ് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഭക്ഷണ രീതികൾ ക്യാമ്പിൽ പഠിപ്പിക്കുകയും ചെയ്യും. പിന്നെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയും ചെയ്യും. ഓക്കെ, പിന്നെ വേറെ ഒന്ന്, ക്യാമ്പിലെ പഠന ക്ലാസ്സുകൾ എന്തൊക്കെ വിഷയങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ ഹൈജീനിക്സ് ലൈഫിൻ്റെ 8 പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ്. നമ്മുടെ എൻവയോൺമെൻറ്റ്, നമ്മൾ ശ്വസിക്കുന്ന വായുവിൻ്റെ ക്വാളിറ്റി, എയർ ഹൈജീൻ, അതുപോലെ തന്നെ നമ്മൾ കുടിക്കുന്ന വെള്ളം, അതിൻ്റെ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി, ഒരു ദിവസം എത്ര വെള്ളം കുടിക്കണവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഹെൽത്തി ഹൈഡ്രേഷൻ പ്രിൻസിപ്പിൾസ്, അതുപോലെ തന്നെ ഹെൽത്തി ഡയറ്റ്, ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണരീതി, വെയിൽ കൊള്ളുന്നതുമായി ബന്ധപ്പെട്ട പ്രിൻസിപ്പിൾസ്, അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള വ്യായാമ രീതി, അതിൽ തന്നെ എയറോബിക്, സ്ട്രെച്ചിങ്, സ്ട്രെങ്തനിങ് എക്സസൈസുകൾ, അത് കഴിഞ്ഞിട്ട് മെൻ്റൽ ആൻഡ് ഫിസിയോളജിക്കൽ വിശ്രമ രീതികൾ, അതുപോലെ തന്നെ ഉറക്കം, സ്ട്രെസ് മാനേജ്മെൻറ്റ്, മാനസികാരോഗ്യം, ഇങ്ങനെയുള്ള പല വിഷയങ്ങളാണ് ക്യാമ്പിൽ പഠിപ്പിക്കുന്നത്. അതിൻ്റെ ഒരുപാട് ഡീറ്റെയിൽസിലേക്ക് ഞാൻ ഇപ്പോൾ പോകുന്നില്ല, വലിയൊരു വീഡിയോ ആയിപ്പോൾ. അതുകൊണ്ട് ഇനി ഈ ക്യാമ്പ് ആർക്കൊക്കെ വേണ്ടിയിട്ടാണ്, ആർക്കൊക്കെ പങ്കെടുക്കാം, ഏജ് ലിമിറ്റ് ഉണ്ടോ? ഏജ് ലിമിറ്റ് ഇല്ല. ചെറിയ കുട്ടികൾ മുതൽ ഏറ്റവും പ്രായമുള്ള ആളുകൾക്ക് വരെ പങ്കെടുക്കാവുന്ന ഒരു പ്രോഗ്രാമാണ്. എല്ലാവർക്കും ഒരുപോലെ ഉപയോഗപ്പെടുത്താവുന്ന പ്രോഗ്രാമാണ്. പിന്നെ അതുകൊണ്ട് ഏജ് ലിമിറ്റൊന്നുമില്ല. ഒരു മിനിമം നിങ്ങൾക്ക് സ്വന്തം കാര്യങ്ങൾ ഹെൽത്തി ആയിട്ട് നോക്കാൻ കഴിയുന്ന ഏതൊരാൾക്കും ക്യാമ്പിൽ പങ്കെടുക്കാം. ഓക്കെ, പിന്നെ എന്നെ കേൾക്കുന്ന ആളുകളിൽ ചെറുപ്പക്കാരുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് വരണമെന്നാണ് ഞാൻ പറയുക. ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് വരാനുള്ള സാഹചര്യമില്ല, നിങ്ങൾക്ക് ജോലിയിൽ നിന്ന് ലീവ് എടുക്കാനോ അല്ല മറ്റൊന്നും പറ്റുന്നില്ല എങ്കിൽ നിങ്ങളുടെ അച്ഛനമ്മമാർക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഗിഫ്റ്റാണ് ഈ പ്രോഗ്രാം എന്ന് ഞാൻ പറയും. കാരണം റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് നിങ്ങളുടെ ഈ ജീവിതശൈലി രോഗങ്ങളോ മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ആളുകൾക്ക്, ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് അതിനെ കൃത്യമായി മാറ്റിയെടുക്കാനും നിയന്ത്രിക്കാനും പിന്നീട് അത് വരാതിരിക്കാനും സങ്കീർണതയിലേക്ക് പോകാതിരിക്കാനും ഒക്കെ അവർക്ക് അവരുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം എങ്ങനെ നിലനിർത്തണമെന്ന് അവരെ കൃത്യമായി നമ്മൾ ട്രെയിൻ ചെയ്യും. അവർക്ക് കൃത്യമായിട്ടുള്ളൊരു ഡയറ്റ് ചാർട്ട് കൊടുക്കും. മാത്രമല്ല അതിനുശേഷവും നിങ്ങളുടെ ക്യാമ്പ് കഴിഞ്ഞ് പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു ഓൺലൈൻ ഫോളോ അപ്പ് ഉണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ,
ആ ഓൺലൈൻ ഫോളോ അപ്പ് നമ്മുടെ ഹൈജീനിക്സ് ലൈഫ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി നിന്നുകൊണ്ട് അവർക്ക് ഇത് എപ്പോഴും പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. അതുകൊണ്ട് പിന്നെ പ്രായമായ ആളുകൾക്ക് സീനിയർ സിറ്റിസൺസിനും വളരെയധികം ബെനിഫിറ്റ് നൽകുന്ന ഒരു പ്രോഗ്രാമാണ്. എന്നാൽ സീനിയർ സിറ്റിസൺസിന് മാത്രമുള്ള പ്രോഗ്രാമല്ല, ചെറുപ്പക്കാർ നമ്മുടെ ക്യാമ്പിൽ എല്ലാ വയസ്സിലെ ആൾക്കാരും വരാറുണ്ട്. ഇപ്പോൾ ഫാമിലിയുടെ കൂടെ വരുന്ന ചെറിയ കുട്ടികൾ മുതൽ പിന്നെ കൗമാരപ്രായക്കാർ 20, 25, 30, 35 വയസ്സ് വരെയുള്ള യുവത്വത്തിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ 40 വയസ്സ് വരെയുള്ള യുവത്വത്തിലുള്ള ആൾക്കാർ, 40 വയസ്സിന് ശേഷമുള്ള മധ്യവയസ്സെന്ന് പറയപ്പെടുന്ന ആൾക്കാർ, പിന്നെ സീനിയർ സിറ്റിസൺസ്, വളരെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ എല്ലാവരും വരുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് അതും ഒരു വിഷയമുള്ള കാര്യമല്ല. പിന്നെ ക്യാമ്പിൻ്റെ ബെനിഫിറ്റ്സ് ഞാൻ പറഞ്ഞു, ക്യാമ്പിൽ പങ്കെടുത്താൽ എന്തൊക്കെ കാര്യങ്ങളാണ് കിട്ടുക എന്നുള്ള കാര്യം. മാത്രമല്ല നിങ്ങൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് നിൽക്കാം. പിന്നെ ഭാവിയിൽ പിന്നെ നിങ്ങൾക്ക് ഫോളോ അപ്പ് ക്യാമ്പുകൾക്ക് വരാം. ഒരുപാട് പ്രയോജനങ്ങളുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടും. ഈ 7500 രൂപ എന്ന് പറയുന്നൊരു സാധനം അടച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു 10 ഇരട്ടി ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അത്രയധികം വാല്യൂ അഡീഷൻ നിങ്ങൾക്ക് ക്യാമ്പിൽ നമ്മൾ നൽകുന്നുണ്ട്. ഓക്കെ, പിന്നെ മാത്രമല്ല ഭാവിയിൽ നിങ്ങൾക്ക് മറ്റുള്ള ആളുകളെ പങ്കെടുപ്പിക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്തുനിന്ന് ഒരു റഫറൽ മാർക്കറ്റിംഗ് വഴി നിങ്ങളുടെ ക്യാമ്പിൽ അടച്ച ഫീസിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ചെടുക്കാനുള്ളൊരു അവസരം കൂടിയുണ്ട്. അപ്പോൾ പിന്നെ മാത്രമല്ല ആശുപത്രി ചിലവുകൾ ഒഴിവായി കിട്ടും. ആശുപത്രിയിലൊന്നും വെറുതെ അനാവശ്യമായിട്ട് പോവുകയോ മരുന്ന് വാങ്ങി കഴിക്കുകയോ ഒന്നും ചെയ്യേണ്ടതില്ല. ആധുനിക ശാസ്ത്രം തന്നെ വളരെ കൃത്യമായി പറയുന്ന ജീവിതശൈലിയും ഭക്ഷണരീതിയും പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് രോഗങ്ങളെ മാറ്റിയെടുക്കാനൊക്കെ സാധിക്കും. ഓക്കെ, ഈവൻ അണുബാധ രോഗങ്ങൾ പോലും ഉണ്ടാകുന്നത് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയിൽ വരുന്ന കുറവുകൊണ്ടാണ്. രോഗപ്രതിരോധ ശേഷി കുറയാൻ കാരണം നമ്മുടെ ആരോഗ്യം കുറയുന്നതാണ്. ജീവിതശൈലി രോഗങ്ങൾ ബാധിച്ച ഏതൊരാൾക്കും ആരോഗ്യം കുറയും, അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷിയും കുറയും. അതുകൊണ്ടാണ് കോവിഡ് കാലഘട്ടത്തിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസുകളുടെ കോംപ്ലിക്കേഷൻസ് ഉള്ള ആൾക്കാരിൽ ഏറ്റവും കൂടുതൽ ഡെത്ത് സംഭവിച്ചത്. ഓക്കെ, അതുകൊണ്ട് എല്ലാ തരത്തിലുമുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള കൃത്യമായിട്ടുള്ള ഒരു സംഭവം നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നതായിരിക്കും. ഇനി ക്യാമ്പിൽ ക്ലാസ് എടുക്കുന്ന ആൾ, ക്യാമ്പ് ഡയറക്ടർ ഞാനാണ്. എൻ്റെ പേര് സനൂപ്. ഓക്കെ, ഞാൻ കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഈ മേഖലയിൽ സ്വതന്ത്രമായിട്ട് പഠനങ്ങൾ നടത്തുന്ന ഒരു വ്യക്തിയാണ്. കൃത്യമായിട്ടും സയൻറ്റിഫിക് ആയിട്ടുള്ള ഹെൽത്ത് റിസർച്ച് പുസ്തകങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് ക്യാമ്പിലെ സിലബസ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന ഭാഷയിലേക്ക് ഈ വിഷയങ്ങളെ പഠിച്ചിട്ട് അത് ആളുകളെ പഠിപ്പിക്കുന്ന ഒരു മെത്തേഡ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചികിത്സാ രീതിയോ അങ്ങനെയൊന്നുമല്ല. ആയുർവേദമോ അല്ലെങ്കിൽ ഹോമിയോ, സിദ്ധ അല്ലെ യുനാനി അല്ലെ അങ്ങനെ എന്തെങ്കിലും നാച്ചുറോപ്പതി എന്ന് പറയുന്ന അത്തരത്തിലുള്ള സിസ്റ്റമൊന്നും അല്ല ഇത്. ഇതൊരു മോഡേൺ സയൻസ് ബേസ്ഡ് ഹെൽത്ത് കെയർ സിസ്റ്റമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് നിങ്ങളെ പഠിപ്പിക്കുക, എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളൊരിക്കലും ട്രീറ്റ്മെൻ്റ് അല്ല ചെയ്യുന്നത്. ഓക്കെ, കൺസൾട്ടേഷനോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമല്ല. ഏതൊരു സാധാരണക്കാരനും അറിഞ്ഞിരിക്കേണ്ട മെഡിക്കൽ ആയിട്ടുള്ള നോളജ്, ആരോഗ്യപരമായി ബന്ധപ്പെട്ടിട്ടുള്ള അറിവുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള സ്വതന്ത്രമായ പഠനങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തികളാണ് ക്യാമ്പിൽ ക്ലാസ്സുകൾ എടുക്കുക. പിന്നെ നിങ്ങളുടെ അച്ഛനമ്മമാർക്ക് നൽകാൻ പറ്റുന്ന നല്ലൊരു പ്രോഗ്രാമാണെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ കുട്ടികൾക്ക് നൽകാൻ പറ്റുന്ന നല്ലൊരു പ്രോഗ്രാമാണെന്ന് ഞാൻ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് തന്നെയും എന്നെ കേൾക്കുന്ന ഏതൊരാൾക്കും, ഓക്കെ, നിങ്ങൾ ഏത് പ്രായത്തിലുള്ളവരായാലും നിങ്ങളുടെ കുട്ടികൾക്കോ അച്ഛനമ്മമാർക്കോ നിങ്ങൾക്കോ നിങ്ങളുടെ ലൈഫ് പാർട്ണർക്കോ ഒക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു അനുഭവമായിരിക്കും ഈ ക്യാമ്പ്. പിന്നെ വേറെ ഒന്ന്, നിങ്ങൾക്ക് ക്യാമ്പിൽ വരുന്നതിന് എന്തൊക്കെ തടസ്സങ്ങളാണെന്നുള്ള കാര്യം നിങ്ങൾ തന്നെ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, എന്നിട്ട് അതിന് സ്വയമായിട്ട് ഞാൻ എപ്പോഴും ആൾക്കാർ ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ക്യാമ്പിൽ വരുന്നത് ഫീസ് അധികമാണ്, ഈ പൈസ ചിലവാക്കി ഇത്രയും പൈസ ചിലവാക്കിയിട്ട് ക്യാമ്പിൽ വന്നിട്ട് കാര്യമുണ്ട്. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞു, നിങ്ങൾ ക്യാമ്പിൽ വന്നിട്ട് വർത്തായിട്ട് തോന്നിയിട്ടെങ്കിൽ നിങ്ങളുടെ പൈസ തിരിച്ചു തരുന്നുള്ളതാണ് ഞാൻ തരുന്ന ഗ്യാരണ്ടി. ഓക്കെ, അതിൽ കൂടുതൽ വലിയൊരു ഗ്യാരണ്ടി ഉറപ്പ് തരാനില്ലല്ലോ. ഇനി 7500 രൂപ അടച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു 10 ഇരട്ടി പ്രയോജനം വെറും കുറച്ച് കാലത്തിനുള്ളിൽ തന്നെ ക്യാമ്പിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു 10 ഇരട്ടി പ്രയോജനം കിട്ടുമെന്നുള്ള കാര്യം നമ്മൾ ഉറപ്പ് തരുന്നു. ഇനി 4 ദിവസം മാറി നിൽക്കാനില്ല, ലീവൊന്നും കിട്ടില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് നിങ്ങൾ മാനേജ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ മറ്റ് പല കാര്യങ്ങൾക്കും ഇങ്ങനെ സമയം കണ്ടെത്തുന്നുണ്ടാവും അല്ലേ. നമ്മളിപ്പോൾ അസുഖമായിട്ട് ആശുപത്രിയിൽ പോയി കടന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എത്ര ദിവസം പോകും, എത്ര സമയം പോകും. അപ്പോൾ ഭാവിയിൽ അസുഖം ബാധിച്ച് ആശുപത്രിയിൽ കിടക്കാതിരിക്കാൻ, ആശുപത്രിയിൽ പോയി പണം ചിലവാക്കാതിരിക്കാൻ ഒക്കെ തന്നെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണിത്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും സമയം ഉണ്ടാക്കിയിട്ട്, കാരണം നമ്മൾ ആളുകൾ ചോദിക്കാറുണ്ട് ഒരു ദിവസമോ 2 ദിവസത്തെയോ പരിപാടി ഉണ്ടോ, നമുക്ക് ഇത്രയും സമയമൊന്നും ഇല്ല എന്നുള്ള കാര്യം. പക്ഷേ അങ്ങനെ ഒരു പരിപാടി നമുക്ക് വെക്കാൻ പറ്റില്ല. കാരണം മിനിമം 3 നൈറ്റെങ്കിലും നമ്മുടെ കൂടെ സ്റ്റേ ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിച്ച് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് നിങ്ങളൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കി നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു വർത്ത് മനസ്സിലായിട്ട് നിങ്ങളൊരു മാറ്റം ഉണ്ടായിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇത്രയും ദിവസം, ഇപ്പോൾ മുമ്പൊക്കെ 7 ദിവസത്തെ പരിപാടിയാണ് നടത്തിയിരുന്നത്. ഇപ്പോൾ അത് ആളുകൾക്ക് സമയമില്ലാത്തതുകൊണ്ട് 4 ദിവസമാക്കിയിട്ട് ചുരുക്കിയാണ്. പക്ഷേ 4 ദിവസത്തിൽ ചുരുക്കാൻ നമുക്ക് കുറവ് ആക്കാൻ പറ്റില്ല. അതുകൊണ്ട് പിന്നെ അതിൽ പങ്കെടുക്കുക, സമയം കണ്ടെത്തുക തന്നെ ചെയ്യുക. അതുപോലെ തന്നെ ഫീസും അധികമല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് പങ്കെടുത്താൽ മനസ്സിലാവും. ഓക്കെ,
പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 15 ആളുകളുടെ ഒരു ഗ്രൂപ്പുമായിട്ട് നമ്മുടെ പ്രോഗ്രാമിൽ വരാം. നമ്മൾ ഓർഗനൈസ് ചെയ്യുന്ന ക്യാമ്പ് അല്ലാതെ നിങ്ങൾക്ക് ഒരു 15 ആളുടെ നിങ്ങളുടെ ഒരു ഫാമിലി ഗ്രൂപ്പ് നിന്ന് ഫ്രണ്ട്സ് എന്നൊക്കെ ആൾക്കാരെ കൂട്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വരാം. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതേ പ്രോഗ്രാം ചെയ്തു കൊടുക്കും. ഫീസിൽ നല്ല കുറവുണ്ടാവും. ഓക്കെ, ഇത്രയും ഫീസ് അടക്കേണ്ടതില്ല. നമുക്ക് ചെറിയൊരു ഫീസിൽ അത് നമുക്ക് പരസ്പരം സംസാരിച്ചിട്ട് നമുക്കത് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു പാക്കേജ് കൂടിയുണ്ട്. അതുപോലെ തന്നെ പിന്നെ കുട്ടികളുടെ ഗ്രൂപ്പുകൾക്ക് വേണമെങ്കിൽ നമ്മൾ ഇത്തരം ക്യാമ്പുകൾ നടത്തി കൊടുക്കും. നിങ്ങൾ എന്നെ കേൾക്കുന്ന ഒരു അധ്യാപകരോ അങ്ങനെയുള്ള ആൾക്കാർ ഏതെങ്കിലും സംഘടനയുടെ ആൾക്കാരുണ്ടെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഏറ്റവും ചുരുക്കി പറയാനുള്ളത്. ഇത് പറയാൻ കാരണം ഒരുപാട് ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് എല്ലാം ഈ ടെക്സ്റ്റിലൂടെ പറഞ്ഞു കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തതാണ്. ഈ വീഡിയോ തന്നെ കുറച്ചധികം ലെങ്തായി പോയിട്ടുണ്ടാവും. പക്ഷേ എന്നാലും ശ്രദ്ധയോടുകൂടി, ഇത് താല്പര്യമുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹൈജീനിക്സ് ലൈഫിൻ്റെ ക്യാമ്പിലേക്ക് ഏവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇനി തീരുമാനം നിങ്ങളുടേതാണ്. നന്ദി.